ഗൈസ് കാര്യാക്കണ്ട CBSE ആണ്, അതുകൊണ്ടാണ്. ഹലോ ഫാം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ അടിപൊളിയായിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് കണ്ണിനൊരു ചെറിയ എക്സസൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും കൊണ്ടല്ല, ഒരു കണ്ണ് ചെറുതായ പോലെ എനിക്കൊന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏട്ടനെ പോയിട്ട് വിളിച്ചെണുത്തിട്ടോ. എന്നിട്ട് എനിക്കൊരു സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു, അത് വാങ്ങിക്കാൻ പറഞ്ഞയച്ചു. അവനിങ്ങനെ പ്രാഗിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കവും കളഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചായ കുടിച്ചു. ചായയല്ല, പാൽ ചായ. അങ്ങനെ പാൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു സംഭവം വരാൻ വെയിറ്റ് ചെയ്യാണ്. അതിനാണ് ഞാൻ അവനെ പറഞ്ഞയച്ചത്. എന്തിനാണെന്നല്ലേ, ഷാമ്പു വാങ്ങിക്കാനാണ് പോയത് കേട്ടോ. അപ്പോൾ ഷാമ്പു ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ തലേ ദിവസം ഭയങ്കരമായിട്ട് എണ്ണയൊക്കെ തേച്ച് തല ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഷാമ്പു ഇല്ലെങ്കിൽ സീനാവും. അത് കഴിഞ്ഞിട്ട് ഇതാ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പഴയ ഫോട്ടോസൊക്കെ ഞങ്ങളുടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നോക്കിച്ചിരിക്കുകയാണ് കേട്ടോ, പണ്ടത്തെ ഫോട്ടോസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഇതിൽ എൻ്റെ പണ്ടത്തെ ഫോട്ടോസൊക്കെ കാണാം. അങ്ങനെ തന്നെ ഞാൻ ഓടിപ്പോയി റെഡിയായി വന്നിട്ടുണ്ട്, ലേറ്റായി. ഇതാണ് നമ്മുടെ കല്യാണത്തിന് പോകാനുള്ള ഔട്ട്ഫിറ്റ്. ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു കമ്മൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ, പിന്നെ സ്കിൻ കെയറും ചെയ്തിട്ടുണ്ട്, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഫൗണ്ടേഷനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കല്യാണ മണ്ഡപത്തിൽ എത്തിയിരിക്കുകയാണ്. ആരുടെ കല്യാണം എന്ന് ചോദിച്ചാൽ എൻ്റെ സീനിയറായ, അതിലുപരി എൻ്റെ ഒരു ബെസ്റ്റ് ബ്രദറായ ജിഷ്ണു ഭട്ടിൻ്റെ കല്യാണത്തിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇനി കല്യാണ പരിപാടീസൊക്കെ നിങ്ങൾ കണ്ടോളൂ. അങ്ങനെ ഇതാ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡായി വീടെത്തിരിക്കുകയാണ്. കരിഞ്ഞു മുറിഞ്ഞു, കാരണം അത്ര വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇവരൊന്നും കല്യാണത്തിന് വന്നില്ല, ഞാനും ചെറിയ ഏട്ടനും കൂടിയാണ് കല്യാണത്തിന് പോയത്. ആ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ഇവർ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കളിയാക്കിയിട്ടുണ്ടല്ലോ, നിങ്ങൾ തന്നെ കണ്ടോട്ടോ. ഹായ് ഫാം. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് ഞങ്ങൾ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, അടുത്ത പ്ലാൻ എന്താണ് പറ. ഗോ ടു പ്രിയ തിയേറ്റർ ആവേശം. അങ്ങനെ തിയേറ്ററിൽ പോകണ ആവേശ സിനിമ വരുന്ന കുറച്ചു നേരം കഴിഞ്ഞ് ലുലു മാളിൽ പോണ വരുന്നു. എല്ലാ സർപ്രൈസും കൂടെ ഒറ്റയടിക്ക് വീഡിയോയിൽ പറഞ്ഞു. ശരി, അപ്പൊ അത്രേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് എവിടെ വെച്ച് കാണാം? തിയേറ്ററിൽ വെച്ച് കാണാം. സെറ്റ് ബൈ. ഓക്കെ, ബൈ ഗൈസ്. ഞങ്ങളങ്ങനെ ഗോ ടു പ്രിയ തിയേറ്റർ ആവേശം മൂവി. ഒന്ന് ഗൈസ് കാര്യാക്കണ്ട CBSE ആണ്, അതുകൊണ്ടാണ്. അങ്ങനെ ഇതാ ആവേശം മൂവി കാണാൻ ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാനൊന്നും പറയണ്ട വിചാരിച്ചതാണ്, ചെറുതല്ല, സർപ്രൈസും കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് പൊളിച്ച് കയ്യിൽ തന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ച് ഭയങ്കര ചിരിച്ചും കളിച്ചൊക്കെ മൂവി കണ്ടു കേട്ടോ. മൂവി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ ഇതാ മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ പാലക്കാടുള്ള പ്രിയ തിയേറ്ററിലാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാ വീട്ടിൽ പോയി റെസ്റ്റൊക്കെ എടുത്തിട്ട് ലുലുവിൽ പോയി. ഇനി ലുലുത്തെ കുറച്ച് പരിപാടീസ് കണ്ടാലോ. ഹലോ ഗൈസ്, ഇതാണ് ലുലു മാൾ. ഹലോ ഫാം. എന്താ ഹലോ ഹലോ ഫാം. നമ്മളങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ലുലു മോളിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, ചിരിക്കല്ലോ, പറയില്ല ചേട്ടാ. എന്താ പറയാ, പടം ആവേശം പടം അടിപൊളിയായിരുന്നു. ഓക്കെ, രംഗൻ ചേട്ടന്റെ മതി ഇനി ലുലു പോയിട്ട് കാണാം. ലുലു മോൾ. യെസ്. അപ്പൊ ഞങ്ങൾ ഇതാ ലുലു മാളാണ്, അകത്ത് കാണിച്ചു കൊടുക്കും ചേച്ചി.
ഫുഡ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് ആൻഡ് നൂഡിൽസിലാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ എന്നെയും കാട്ടി നന്നായിട്ട് വ്ളോഗ് ഇവർ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അമ്മാടി സൈഡ് സീറ്റ് വേണോ? സൈഡ് സീറ്റ് വേണത്തില്ല. കിട്ടിയതോ ഇല്ല, ചോദിച്ച് വാങ്ങി എന്നുള്ളൊരവസ്ഥയിലായിരുന്നു കേട്ടോ ഞാൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 2 ഐറ്റം മാത്രമേ ഞങ്ങൾ ഓർഡർ ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ സൈഡ് സീറ്റ് എന്താ അവന് കൊടുക്കാണ്ടിരുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് കാണുന്ന വ്യൂ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതാണ് ആ കാണണ വ്യൂ. നല്ല രസമില്ലേ കാണാൻ? അപ്പോൾ ആ വ്യൂ ഒക്കെ കണ്ടിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ ലുലുവിൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഫുഡ് അടി വേറെ അവിടെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കഴിച്ചത് കഴിച്ച് കഴിയാൻ വെയിറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഒരു തട്ടുകടയ്ക്കാണ് കേട്ടോ. അത് ആ വാനിലാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തരുന്നത്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോയപ്പോൾ സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു, ഫുഡിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് സീറ്റ് കിട്ടി. അപ്പോൾ സീറ്റ് കിട്ടിയിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കാത്തിരിപ്പിൻ്റെ ഒടുവിൽ ഫുഡ് എത്തിയിരിക്കുകയാണ് ഗൈസ്. അവൻ ഓർഡർ ചെയ്തത് പൊറോട്ടയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു വായ തരാൻ പറഞ്ഞതാണ്. അപ്പോൾ അവൻ എനിക്ക് വാരി തന്നു. സോ സ്വീറ്റ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ചിക്കൻ നല്ല ഭയങ്കര ജ്യൂസി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ദോശയും ചിക്കൻ കറി ആയിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കുലുക്കി സർബത്ത് കുടിക്കാനാണ് കേട്ടോ. വയറ് ഫുള്ളാണ്. എന്നാലും നമുക്ക് 2 ഗ്ലാസ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെയും ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം അവിടെയും നല്ല തിരക്കാണ് ഗൈസ്. ഞങ്ങൾ അവിടെയും പോയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ അവരുണ്ടാക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. കുലുക്കി സർബത്ത് ഉണ്ട്, പിന്നെ കോൾഡ് ബൂസ്റ്റ് ഉണ്ട്, മിൽക്ക് സർബത്ത് ഉണ്ട്, അങ്ങനെ കുറേ മസാല സോഡ, അങ്ങനെ കുറേ ഭയങ്കര സ്പെഷ്യൽ ഐറ്റംസ് കുറേ ഉണ്ട്. ഈ ഒരു സ്ഥലം യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസായി ഭയങ്കര വൈറലായ സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മളും പോയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 എണ്ണം മാത്രം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ വയറ് ഫുള്ളായിരുന്നു, നമ്മൾ ടയേർഡായിരുന്നു. അപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞങ്ങളെല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവൻ എന്താ കാണിക്കണമെന്ന് വെച്ചാൽ ആ കുൽക്കി സർബത്തിൻ്റെ ഉള്ളിൽ ഐസ് ക്യൂബ്സ് ഉണ്ടായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിച്ച് വീടെത്തി. എല്ലാവരും ഭയങ്കര ടയേർഡായിട്ട് ബിഗ് ബോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് പോയാൽ ശരിയാവില്ല. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ ഉമ്മ.